ഇതൊത്തിരി പഴയ വീഡിയോ ആട്ടോ. ഞങ്ങൾ UK നിന്ന് ജോക്കുട്ടനെ നാട്ടിൽ കൊണ്ടാക്കിയതിന് ശേഷം ഞങ്ങൾ എല്ലാ 6 മാസം കൂടുമ്പോഴും 5 മാസം കൂടുമ്പോഴും ഒക്കെ നാട്ടിൽ വരും. കാരണം അവനെ കാണാതെ ഞങ്ങൾക്ക് ഒരിക്കലും ഇരിക്കാൻ പറ്റില്ല, അവനും ഇരിക്കാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾ നാട്ടിലെത്തുമ്പോൾ തുടങ്ങി ഞങ്ങൾ ഫേസ് ചെയ്യുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇതിന് മാത്രം പൈസയുണ്ടോ ഇങ്ങനെ നാട്ടിൽ വരാനായിട്ട്? നിങ്ങൾക്ക് അവിടെ എന്താ ജോലി? നിങ്ങൾക്ക് ഇതിന് മാത്രം ലീവ് കിട്ടുന്ന ജോലി ഉണ്ടോ അവിടെ? ഇങ്ങനെ പല പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മളോട് എന്തോ അങ്ങനെ ചോദിക്കുമ്പോഴും നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുമ്പോഴും ആളുകൾക്ക് എന്തോ ഒരു പ്രത്യേക സന്തോഷമാണ് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ വിദേശ സംസ്കാരം എപ്പോഴും നല്ലതാണ്. ആരും ആരുടെയും കാര്യത്തിൽ ഇടപെടാറില്ല. ഒരിക്കലും ഒരു മാതാപിതാക്കന്മാരും മക്കളെ നാട്ടിൽ കൊണ്ട് നിർത്തുന്നത്, അവരെ കാണാതെ നിൽക്കുന്നത് അവർക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല, അവരുടെ പല പല സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞിനെയും നാട്ടിൽ കൊണ്ടേയാക്കിയത്. ഓരോ 6 മാസവും 5 മാസവും ഒക്കെ ദിവസങ്ങൾ എണ്ണി ഞങ്ങൾ മക്കളും മാതാപിതാക്കന്മാരും അവരുടെ മക്കളെ കാത്തിരിക്കും. പലപ്പോഴും ഒരു ഫോൺ വിളിക്കുമ്പോൾ പോലും അവരങ്ങനെ സംസാരിക്കില്ല. കാരണം കുഞ്ഞുങ്ങൾക്ക് അത്രയേറെ വിഷമം ഉണ്ടായിട്ടാണ് അവർ സംസാരിക്കാത്തത്. എല്ലാവരും പറയും കുഞ്ഞുങ്ങൾ സിറ്റുവേഷനുമായിട്ട് പെട്ടെന്ന് അഡാപ്റ്റ് ആയിക്കോളും, അവർ കുറച്ച് നാൾ കഴിയുമ്പോൾ മറക്കും, പിന്നെ അവർ നാടുമായിട്ട് അങ്ങ് പൊരുത്തപ്പെട്ട് സന്തോഷമായിട്ട് ജീവിക്കുമെന്ന്. ഒരിക്കലും ഇല്ല. ഒരു കുഞ്ഞുങ്ങളും അവരുടെ മാതാപിതാക്കന്മാർ മാറി നിൽക്കുമ്പോൾ അവരൊരിക്കലും അഡാപ്റ്റ് ആവില്ല. അവർ അഡ്ജസ്റ്റ് ചെയ്യും സിറ്റുവേഷനുമായിട്ട്. പപ്പയും അമ്മയും കൂടെ ഇല്ല, അതുകൊണ്ട് അവർ ആ സിറ്റുവേഷനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവത്തേ ഉള്ളൂ.